നിങ്ങൾക്ക് എപ്പോഴും സംശയം ഉണ്ടാവുന്ന ഒരു ഭാഗമാണ് ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ ഇതിൽ നമുക്ക് കാര്യമായിട്ടും ഇതിൽ രണ്ട് ഭാഗങ്ങൾ, രണ്ട് ഫേസുകൾ ഏതൊക്കെയാണെന്നുള്ള രണ്ട് ഘട്ടങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങൾ ഇത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എക്സാമിന് ചോദിക്കുകയും ചെയ്യും. അപ്പോൾ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ്, ഓക്കെ, പ്രകാശ സംശ്ലേഷണം അഥവാ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന ഈ ഒരു പ്രോസസ്സ്, ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് നടക്കുന്നുണ്ടായിരിക്കുക. ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് ലൈറ്റ് ഫേസ് അഥവാ പ്രകാശഘട്ടവും രണ്ടാമത്തെ ഫേസ് എന്ന് പറയുന്നത് ഡാർക്ക് ഫേസ് അഥവാ ഇരുണ്ട ഘട്ടവും. എന്താണ് ലൈറ്റ് ഫേസ് അഥവാ പ്രകാശഘട്ടത്തിൽ നടക്കുന്നുണ്ടായിരിക്കുക? ഇനി എവിടെ വെച്ചാണ് നടക്കുന്നുണ്ടായിരിക്കുക? ലൈറ്റ് ഫേസ് എന്ന് പറയുമ്പോൾ ഇത് നടക്കുന്നത് എവിടെ വെച്ചാണ്? ഗ്രാനയിൽ വെച്ചിട്ടാണ് നമ്മുടെ ലൈറ്റ് ഫേസ് എന്ന് പറയുന്നത് നടക്കുന്നത്. ലൈറ്റ് എന്ന് പറയുമ്പോൾ തന്നെ എന്താണ്? ലൈറ്റ്, സൺലൈറ്റ് അവിടെ ആവശ്യമാണ്. ലൈറ്റ് അഥവാ പ്രകാശത്തിന്റെ പ്രസൻസിൽ മാത്രമേ എന്ത് നടക്കുന്നുണ്ടായിരിക്കുള്ളൂ? ലൈറ്റ് ഫേസ് എന്ന് പറയുന്നത് നടക്കുന്നുണ്ടായിരിക്കുള്ളൂ. ഓക്കെ, ലൈറ്റ് ഫേസിൽ എന്ത് സംഭവിക്കും? ലൈറ്റ് ഫേസിൽ നമ്മുടെ വാട്ടർ ഉണ്ടല്ലോ, വാട്ടർ, ജലം എന്ത് ചെയ്യും? ജലം വിഘടിക്കും. ഓക്കെ, വെളിച്ചം അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തന്നെ ലൈറ്റിന്റെ പ്രകാശത്തിന്റെ പ്രസൻസിൽ എന്ത് ചെയ്യുന്നു? വാട്ടർ മോളിക്യൂൾ എന്ന് പറയുന്നത് സ്പ്ലിറ്റ് ചെയ്യുന്നു. വാട്ടർ സ്പ്ലിറ്റ് ചെയ്താൽ എന്താണ് ഉണ്ടാവുന്നത്? ഹൈഡ്രജനും ഉണ്ടാവും, അതേപോലെ തന്നെ എന്തും ഉണ്ടാവണം? ഓക്സിജനും ഉണ്ടാവണം അല്ലേ? ഹൈഡ്രജനും ഓക്സിജനും അല്ലേ? ഇത് രണ്ടും കൂടി അല്ലേ? ഇത് രണ്ടും കൂടി ഉണ്ടായി കഴിഞ്ഞാൽ ഈ ഓക്സിജൻ എന്ത് ചെയ്യുന്നറിയോ? ഓക്സിജൻ നേരെ പുറത്തേക്ക് പോകും. ഇത് പ്ലാന്റിലല്ലേ നടക്കുന്നത്? ഓക്സിജൻ നേരെ പുറത്തേക്ക് വരും. ആ ഓക്സിജൻ അല്ലേ നമ്മൾ ശ്വാസം എടുക്കുന്നത് അല്ലേ? നമ്മൾ അകത്തേക്ക് എടുക്കുന്നത്. യെസ്. ഇനി ഈ ഓക്സിജൻ ഉണ്ടായി, ഓക്സിജൻ മാത്രമാണോ ഉണ്ടായത്? ആദ്യത്തെ ഒരു ഫേസ് ആണ്. അപ്പോൾ കുറച്ച് എന്താ പറയുക, ഇനിയും ഒരു ഫേസ് ഉണ്ട്. അപ്പോൾ കുറച്ച് എനർജി ഒക്കെ ഉണ്ടാക്കി വെച്ചാൽ നല്ലതായിരിക്കുമല്ലോ. അപ്പോൾ ഇവിടെ എന്തും കൂടി ഉണ്ടാവും? ATP കൂടി സിന്തസൈസ് ചെയ്യും. ATP എന്ന എനർജി മോളിക്യൂൾ അഥവാ ഊർജ്ജ തന്മാത്ര കൂടി ഇവിടെ എന്ത് ചെയ്യും? സിന്തസൈസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ലൈറ്റ് ഫേസ് അഥവാ പ്രകാശഘട്ടം എന്ന് പറയുന്നത് എവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്? ഗ്രാനയിൽ വെച്ച് നടക്കുന്നു. സൺലൈറ്റ് അഥവാ ഈ പറയുന്ന പ്രകാശം വരുന്നതിനനുസരിച്ച് വാട്ടർ മോളിക്യൂൾ സ്പ്ലിറ്റ് ആവും. വാട്ടർ മോളിക്യൂൾ തമ്മിൽ പിരിയും, അവർ തല്ലിപ്പിരിഞ്ഞ് ഓക്സിജനും ഹൈഡ്രജനും ഉണ്ടാവും. ഈ ഓക്സിജൻ എന്ത് ചെയ്യും? തെറ്റിപ്പോവും, വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോവും, അങ്ങനെ പുറത്തേക്ക് വരും. ഓക്കെ, ഇനി ആരാണ്? ഹൈഡ്രജൻ ആണ് ഉണ്ടായത്. ബാക്കിയുള്ളത് ഇനി ഹൈഡ്രജൻ ആണ്. ഇതിന്റെ കൂടെ തന്നെ ഈ തല്ലി പിരിയുന്ന സമയത്ത് ആകെ ബഹളമൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കുറച്ച് എനർജി കൂടി അവിടെ ഉണ്ടാവുന്നുണ്ടെന്ന് ആലോചിക്കുക. യെസ്. ഇനി ഈ ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നറിയോ? ഈ ഹൈഡ്രജൻ നേരെ ഇനി എങ്ങോട്ടാണ് പോകുന്നത്? ഇനി അടുത്ത ഫേസിലേക്ക്. എനിക്ക് ലൈറ്റ് ഫേസ് അത്ര ഇഷ്ടപ്പെട്ടില്ല, ഞാൻ എന്ത് ചെയ്യും? ഞാൻ ഡാർക്ക് ഫേസിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞ് ഹൈഡ്രജൻ നേരെ എങ്ങോട്ട് പോകുന്നറിയോ? ഡാർക്ക് ഫേസ് നടക്കുന്ന സ്ട്രോമയിലേക്ക് പോകും. ഓക്കെ, സ്ട്രോമയിലേക്ക് നേരെ പോകും. അങ്ങനെ സ്ട്രോമയിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? ഡാർക്ക് ഫേസ് അഥവാ ഇരുണ്ട ഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താണ്? ലൈറ്റ് ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അല്ല ഡാർക്ക് ഫേസ് രാത്രി നടക്കുന്നു എന്ന് വിചാരിക്കരുത്. ലൈറ്റ് ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കുന്നില്ല, ലൈറ്റ് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത് മാത്രം ആലോചിച്ചാൽ മതി. ഓക്കെ, ഇവിടെ എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നേരെ ഹൈഡ്രജൻ ഇവിടേക്ക് എത്തിയല്ലോ. ഈ ഹൈഡ്രജൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ആരിയ്ക്കുന്നുണ്ടെന്ന് അറിയോ? ഇവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഇരിക്കുന്നുണ്ട്. ഈ കാർബൺ ഡൈ ഓക്സൈഡിന്റെ കൂടെ നമ്മുടെ ഹൈഡ്രജനും കൂടി ചേർന്നിട്ട് എന്തുണ്ടാവും എന്നറിയോ? ഗ്ലൂക്കോസ് ഉണ്ടാക്കും. ഇവർ രണ്ടുപേരും കൂടി ചേർന്ന് എന്തുണ്ടാക്കും? ഗ്ലൂക്കോസ് ഉണ്ടാക്കും. ഹൈഡ്രജൻ വന്നപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഇങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ് സ്വീകരിക്കാനായിട്ട്. അങ്ങനെ കാർബൺ ഡൈ ഓക്സൈഡും ഹൈഡ്രജനും കൂടി കല്യാണം കഴിച്ച് എന്ത് കുട്ടി ഉണ്ടായി? ഗ്ലൂക്കോസ് എന്ന് പറയുന്ന കുട്ടി ഉണ്ടായി. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു സാധനം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ എനർജി വേണം. ആ എനർജി എവിടുന്നാണ് കിട്ടിയത്? ലൈറ്റ് ഫേസ് അഥവാ പ്രകാശഘട്ടത്തിലുണ്ടായ ATP ഉപയോഗിച്ചുകൊണ്ടാണ് യൂസ് ചെയ്യുന്നത്. ATP യൂസ് ചെയ്തത് എവിടെയാണ്? ATP യൂസ് ചെയ്തത് ഈ പറയുന്ന ഇരുണ്ട ഘട്ടം അഥവാ ഡാർക്ക് ഫേസിൽ വെച്ചിട്ടാണ്. ഓക്കെ, ഇത്രേ അതിൽ ഓർക്കാനുള്ളൂ. ഇതിലാകെ കൺഫ്യൂഷൻ വരെ ഇത് എവിടെ വെച്ച് നടക്കും എന്നുള്ളതൊക്കെ ആയിരിക്കും. അപ്പോൾ അതിന് ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു കോഡ് പറഞ്ഞുതരാം. ഗ്രാൻഡ്മ ലവ്സ് സൺഷൈൻ എന്നാലോചിക്കാം. ഓക്കെ, ഗ്രാൻഡ്മ ലവ്സ് സൺഷൈൻ എന്നാലോചിക്കാം. അപ്പോൾ ഗ്രാൻഡ്മ എന്ന് പറയുമ്പോൾ എന്താണ്? ഗ്രാന എന്നാലോചിക്കുക. ലവ്സ്, L for ലൈറ്റ് എന്നാലോചിക്കുക. സൺഷൈൻ അതായത് പ്രകാശം അല്ലേ? ഗ്രാനയിൽ വെച്ചിട്ടാണ് ലൈറ്റ് ഫേസ് നടക്കുന്നത്. അവിടെ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? സൺലൈറ്റ് അഥവാ പ്രകാശം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ആലോചിക്കുക. ഒന്ന് ഗ്രാനയിലാണെങ്കിൽ മറ്റേത് സ്ട്രോമയിലാണല്ലോ, അത്രയും ഓർത്താൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും. ലൈറ്റ് ഫേസ് ഗ്രാനയിൽ വെച്ച് നടക്കുന്നു, ലൈറ്റിന്റെ പ്രസൻസിൽ അഥവാ പ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ. ഇവിടെ ജലം എന്ത് ചെയ്യുന്നു? വിഘടിക്കുന്നു. ജലം വിഘടിച്ചിട്ട് ഹൈഡ്രജനും ഓക്സിജനും ആവും. ഈ ഓക്സിജൻ പുറത്തേക്ക് പോകും, ഹൈഡ്രജൻ നേരെ സ്ട്രോമയിലേക്ക് എത്തും. ഊർജ്ജ തന്മാത്രയായിട്ടുള്ള ATP ഉണ്ടാക്കി വെക്കും, എനർജി വേണമല്ലോ.
സ്ട്രോമയിൽ വെച്ചിട്ടാണ് എന്ത് നടക്കുന്നത്? ഇരുണ്ട ഘട്ടം അഥവാ നമ്മുടെ ഡാർക്ക് ഫേസ് എന്ന് പറയുന്നത് നടക്കുന്നത്. ഇവിടെ ലൈറ്റ് ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് ഓർക്കേണ്ടത്. ഹൈഡ്രജനും അതുപോലെ എനർജിയും ആവശ്യമാണ് അല്ലേ? ഹൈഡ്രജനും എനർജിയും ആവശ്യമാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് എന്തുണ്ടാവുന്നു? ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് ഉണ്ടാവുന്നു. ഇത്രയേ ഉള്ളൂ എന്ത്? ഫോട്ടോസിന്തസിസ് അഥവാ പ്രകാശ സംശ്ലേഷണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ഓവറോൾ റിയാക്ഷൻ ഫോട്ടോസിന്തസിസിൻ്റെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ ഫോട്ടോസിന്തസിസിൽ എന്താ നടക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് അല്ലേ? കാർബൺ ഡൈ ഓക്സൈഡും അതേപോലെ തന്നെ വാട്ടറും കൂടി ചേർന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും കൂടി ചേർന്നിട്ട് എന്തുണ്ടാവുന്നു? C6H12O6 അഥവാ നമ്മുടെ ഗ്ലൂക്കോസ് ഉണ്ടാവുന്നു. അതിൻ്റെ കൂടെ തന്നെ ഓക്സിജനും ഉണ്ടാവുന്നു. അതിൻ്റെ കൂടെ തന്നെ എന്തുണ്ടാവുന്നു? ഓക്സിജനും കൂടി ഉണ്ടാവുന്നു എന്നുള്ളത് ആലോചിക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്ത് നമ്മുടെ ഈ പറയുന്ന ഫോട്ടോസിന്തസിസിൻ്റെ ഓവറോൾ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതേ ഉള്ളൂ. ഇത് എക്സാമിന് നിങ്ങളടുത്ത് ചോദിക്കുള്ളൂ. ഇത് ജസ്റ്റ് നിങ്ങളടുത്ത് ഡിഫറൻഷിയേറ്റ് ചെയ്ത് എഴുതാനായിട്ട് പറയും. അപ്പോൾ ഈ പോയിന്റുകൾ മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്നത് പഠിച്ചു. യെസ്, അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്ന ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. ആൻഡ് ഇനി നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ എന്തായാലും ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ലൈവിലേക്ക് വരണം. ആൻഡ് ഈ വീഡിയോ എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു മനസ്സിലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? താഴെ കമൻറ്റ് ചെയ്യുകയും കൂടി ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.